ഉയർത്തിപ്പിടിച്ച നമുക്ക് ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കുക. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. അങ്ങനെ പറയാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. യേശു ജീവിക്കുന്ന ദൈവമാണ്. കല്ലറകളെ തുറന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നതുകൊണ്ട് ആ കൈ ഉയർത്തിപ്പിടിച്ച കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയുടെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. കൃപ ചൊരിയണം യേശുവിൻ നാമത്തിൽ തന്നെ. പരിശുദ്ധൻ മഹോന്നത ദൈവം, ബലമെന്നും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കുന്ന സർവ്വലോകനാഥൻ ശിവ. പരിശുദ്ധൻ മഹോന്നത ദൈവം, ബലമെന്നും വിളങ്ങും മഹേശൻ, വാഴ്ത്തി സ്തുതിക്കുന്ന സർവ്വലോകനാഥൻ ശിവ. ഹല്ലേലൂയ, 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 ആമേൻ. അവനത്ഭുത മന്ത്രിയാം ദൈവം, നിത്യകാരണ വീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം ശിവ. ഹല്ലേലൂയ, 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 ആമേൻ. അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുകയാണ്. തിരു സാന്നിധ്യം അറിഞ്ഞങ്ങെ ആരാധിപ്പാൻ ദൈവമഹത്വം പകരണം യേശുവിൻ നാമത്തിൽ തന്നെ. ഒന്നിച്ചൊരാമീൻ പറഞ്ഞാട്ടെ. സ്തുതി ചെയ്യും മനമേ നിത്യവും തൻ ജീവനാഥൻ യേശുവേ. ഇന്ന് പകലും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ചു പാടി ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സ്തുതി ചെയ്യും മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോ സജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വെൺകാരിണി. ഇതുപോ സജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ആദിയാദി ആയിരം പിശാചിനെ അരണാദി ആയിരം യേശുവേ.
ശബ്ദമുയർത്തി സന്തോഷത്തോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ബൈബിളിൽ പറയുന്നു, നിങ്ങളുടെ വിളി തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യണം? അധികം ഉറപ്പാണ്. എന്തിനും നിങ്ങൾ ദൈവം വിളിച്ചു എന്ന് നിങ്ങൾ അറിയണം. രഹബോത്ത് ചർച്ചിൽ ഒരു വിശ്വാസിയായിട്ടിരിക്കാനാണെന്നോ, അത് കർത്തൃ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുവാനാണോ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ആത്മാക്കളെ നേടുക? വിളിയും തെരഞ്ഞെടുപ്പും അറിയണം. അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടക്കന്മാരായും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തിനു തെരഞ്ഞെടുത്തു എന്നറിയുമ്പോഴാണ് വിളിയുടെ ഉദ്ദേശം തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തൊരു പാട്ട് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുക. കരമടിച്ച് നന്നായി ശബ്ദത്തിൽ സകലതും മറന്നു ദൈവസന്നിധി വരുമ്പോൾ ഭാരങ്ങൾ മറക്കണം, ദുഃഖങ്ങൾ മറക്കണം, വേദനകളെല്ലാം മറന്നു ദൈവസന്നിധിയിൽ ആനന്ദിക്കണം. എന്ന് ചോദിച്ചാൽ ഇതുവരെ നമ്മെ നടത്തിക്കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഒരു സെക്കൻഡ് മതി എല്ലാ ബാലൻസും തെറ്റുവാൻ. ഒരു നിമിഷം മതി, ഒരു ചെറിയ രോഗം മതി എല്ലാ കണക്കുകൂട്ടലും തെറ്റാൻ. പക്ഷേ ഇന്ന് പകലും ജയത്തോട് നടത്തുന്ന ദൈവത്തിന് സന്തോഷത്തോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിപ്പാൻ എന്നിൽ എന്തോ കണ്ടു നീ യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയോ, കൃപ ഒന്ന് മാത്രം. വളരെ അർത്ഥവത്തായി ഗാനം ചേർന്ന് പാടി ആത്മാവിൻ ദൈവത്തെ സ്തുതിക്കുക.
തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്നും നീ യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്നും നീ യേശുവേ. ഓ ഒരു യോഗ്യതയും പറയാനില്ലേ ഉപയൊന്നുമല്ല യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ ഉപയൊന്നുമല്ല യേശുവേ. സമതയിലും അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഓ സമതയിലും അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിവാരുണമാ കലറിമലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിവാരുണമാ കലറിമലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്റെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്നും നീ യേശുവേ. ഓ എന്റെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്നും നീ യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ കൃപയൊന്നുമല്ല യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ കൃപയൊന്നുമല്ല യേശുവേ. ഓ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്നും നീ യേശുവേ. ഓ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്നും നീ യേശുവേ. ഓ ഒരു മാന്യതയും പറയാനില്ലേ ദയൊന്നുമല്ല യേശുവേ. ഒരു മാന്യതയും പറയാനില്ലേ ദയൊന്നുമല്ല യേശുവേ. എന്റെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്നും നീ യേശുവേ. എന്റെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്നും നീ യേശുവേ. ഒരു യാതൊന്നും പറയാനില്ലേ കൃപയൊന്നുമല്ല യേശുവേ. ഒരു യാതൊന്നും പറയാനില്ലേ കൃപയൊന്നുമല്ല യേശുവേ. ഓ അങ്ങ് സ്നേഹിക്കുവാൻ അങ്ങ് സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെളിയുന്നില്ലേ. ഓ അങ്ങ് സ്നേഹിക്കുവാൻ അങ്ങ് സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെളിയുന്നില്ലേ. ഓ കൃപയാ 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 കൃപയൊന്നുമല്ല യേശുവേ. കൃപയാ 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 കൃപയൊന്നുമല്ല യേശുവേ. ഓ അങ്ങ് സ്നേഹിക്കുവാൻ അങ്ങ് സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെളിയുന്നില്ലേ. ഓ അങ്ങ് സ്നേഹിക്കുവാൻ അങ്ങ് സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെളിയുന്നില്ലേ. ഒരു ബാധ്യതയും പറയാനില്ലേ കൃപയൊന്നുമല്ല യേശുവേ. കൃപയാ 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 കൃപയൊന്നുമല്ല യേശുവേ. കൃപയാ 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 കൃപയൊന്നുമല്ല യേശുവേ. കൃപയാ 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 കൃപയൊന്നുമല്ല യേശുവേ. കൃപയാ 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 കൃപയൊന്നുമല്ല യേശുവേ. സമതയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഓ സമതയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഓ അതിദാരുണമാ കലറിമലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കലറിമലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്റെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്നും നീ യേശുവേ. എന്റെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്നും നീ യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ യേശുവേ.
ഈ സഭായുഗത്തിലും കർത്താവിന്റെ കൃപ അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? അതോ ഈ കൂട്ടത്തിൽ അങ്ങനെ പാട്ടൊക്കെ അങ്ങ് പാടിപ്പോവുകയാണോ? ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, എത്ര പേര് ഇന്ന് പകൽ ആ കൃപ അനുഭവിച്ചിട്ടുണ്ട്? ദേശം ഉറ്റുനോക്കാൻ 12 പേരെ തെരഞ്ഞെടുത്തയച്ചപ്പോൾ അവര് വന്ന് പറഞ്ഞ മറുപടി പോസിറ്റീവായിരുന്നു, നെഗറ്റീവായിരുന്നു? 10 പേര് വന്ന് പറഞ്ഞത് നെഗറ്റീവാണ്. ഒരു പ്രതീക്ഷയില്ല, ഇനി അത് കിട്ടത്തില്ല, നഷ്ടപ്പെട്ടു പോകും, വെറുതെ ഇറങ്ങി പുറപ്പെട്ടതാ. നീ അങ്ങനെ പറയുന്നെങ്കിൽ നീ പിശാചിന്റെ പിടിയിലായി കഴിഞ്ഞു. തിരിച്ച് 12 പേരിൽ 2 പേര് പോസിറ്റീവ് പറഞ്ഞല്ല. എന്താ പറഞ്ഞത്? ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ. ആ വാക്ക് ഒരിക്കലും മറക്കരുത്. പണമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ എന്നല്ല പറഞ്ഞത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദേശം ദൈവം നമുക്ക് തരും. ജഡത്തിൽ ആശ്രയിക്കാൻ നമുക്കൊന്നുമില്ല. പറയാനുള്ളൂ ഒന്നേ ഉള്ളൂ, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ കുടുംബം ശരിയാകും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ജോലി ശരിയാകും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നന്മകൾ ഉണ്ടാകും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിത്യത ലഭിക്കും. ആ കൈയോർത്തൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ദൈവം കൂടെ ഉണ്ടോ? അത് 2 പേര് പോസിറ്റീവ് പറഞ്ഞപ്പോൾ 10 പേര് നെഗറ്റീവ് പറഞ്ഞവരുടെ കൂട്ടത്തിലാണോ? അല്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് തരും. അങ്ങനെ ഒറ്റുകാരെ സംരക്ഷിച്ച ഒരു സ്ത്രീ ഉണ്ട്. അവിടെ പേര് രാഹബ് എന്നാണ്. രാഹാബ് എന്ന വേശ്യ. അവിടെ പേര് വേശ്യ എന്നല്ല, പക്ഷെ സമൂഹം അവളെ വിളിച്ചെന്തുവാ? വേശ്യ സ്ത്രീ എന്നാണ്. സൊസൈറ്റിയിൽ അവൾ അറിയപ്പെടുന്നത് വേശ്യ എന്നാണ്. പക്ഷെ വചനം എഴുതിയപ്പോൾ രാഹബ് എന്ന് എഴുതാതെ അതിന്റെ തൊട്ടപ്പുറത്ത് എന്തും കൂടെ എഴുതി? വേശ്യ സ്ത്രീ ആയിരുന്നു അവൾ. പ്രോസ്റ്റിറ്റ്യൂട്ടായി ജീവിതത്തിൽ തെരുവിൽ അവിടെ ശരീരം വിറ്റ് ജീവിച്ചവളാ. പക്ഷെ ദൈവഭൃത്യന്മാരെ അവിടെ വീടിനകത്ത് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു. നിന്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചവർ ഇറക്കി വിടാന്ന് പറഞ്ഞപ്പോൾ അവൾ ഇവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെ ആരും വന്നിട്ടില്ല, ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പോകാൻ നേരത്ത് ദൈവദാസന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പട്ടണം തകരാൻ പോവുകയാണ്, ഇത് ഇടിയാൻ പോവുക. പക്ഷെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ
നിന്റെ വീടിന്റെ കിളിവാതിൽക്കൽ ഒരു ചുമന്ന ചരട് കെട്ടിയിട്ടിരിക്കണം. അത് നീ ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങൾ വരുമ്പോ ചുമന്ന ചരട് കണ്ടില്ലെങ്കിൽ നീയും നശിച്ചു പോകും. പ്രിയമുള്ളവരെ, രക്ഷ ദൈവം തന്നത് സൂക്ഷിക്കേണ്ട നമ്മുടെ ജോലിയാണ്. രക്ഷ നഷ്ടപ്പെടാൻ പാടില്ല. രക്ഷ നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലും ഇടപെടരുത്. നിന്റെ വാക്കുകൊണ്ടോ നിന്റെ ചിന്ത കൊണ്ട് പോലും നരകത്തിലേക്ക് പോകാൻ ഇടയാകരുത്. അവൾ പെട്ടെന്ന് താഴൊരു ബഹളം കേട്ട് നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ എരിഹോവിന്റെ ചുറ്റും നടക്കുക. അവൾക്ക് കാര്യം മനസ്സിലായി. എന്താണ്? എരിഹോവിനെ ഇടിക്കാൻ പോകുക. ഒരു ചുവന്ന ചരടെടുത്തിട്ട് അവൾ ആ ജനലിലെ കമ്പിയെ തൂക്കിയിട്ടു. നോക്കുമ്പോൾ യോശുവായി കാലേബ് കണ്ടു. ആ വീട്ടിലാണ് നമുക്ക് അഭയം തന്നത്. അവളെ രക്ഷപ്പെടുത്തി. സമൂഹം നിന്നെ നിന്ദിക്കുന്ന പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും ദൈവം നിന്നെ അംഗീകരിച്ചിരിക്കുക. ഒന്നിച്ചൊരാർത്ത് വിളിച്ച് രാമി പറഞ്ഞാട്ടെ. അത് എങ്ങനെ കിട്ടി? കൃപയാ, കൃപയാ. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. ഓ, ഇത്ര ശബ്ദം പോലെ ഉറക്കെന്ന് പറഞ്ഞാട്ടെ. ഈ ശ്വാസം ഉണ്ടല്ലോ, ഇതെടുക്കുന്നത് ദൈവകൃപയാ. മനസ്സിലാകുന്നുണ്ടോ? ഇത് കർത്താവ് കൃപ തോന്നിയത് കൊണ്ടാ. ഇല്ല, ഇന്ന് രാവിലെ നിന്നെ മോർച്ചറി കൊണ്ടുവച്ചേനെ, ഇല്ലെങ്കിൽ പാട്ടും പാടിക്കൊണ്ട് മണ്ണിൽ കൊണ്ടിട്ടേനെ, ഇല്ലെങ്കിൽ ആമ വിരിച്ചൊരുക്കി ഐസിയുവിനകത്ത് കയറിയേനെ. ഇതിനകത്തിരിക്കുമ്പോൾ നിഗളിക്കാൻ ഒന്നും നമുക്കില്ല. പ്രിയമുള്ളവരെ, എപ്പോഴും ഓർത്തണം, ദൈവസന്നിധി വരുമ്പോ എളിമയോടും താഴ്മയോടും ഇരിക്കണം. താഴ്മയുള്ളവനെ ദൈവം കടാക്ഷിക്കും. അപ്പൊ എന്താ പാടേണ്ടത്? ഒന്നുകൂടെ പാടിക്കാൻ മുന്നല്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഒന്നുകൂടെ പറഞ്ഞേ. കൃപയാൽ ഒന്നുണ്ട് പ്രാവശ്യം കൂടെ ആ കൈ ഉയർത്തി. കൃപയാൽ 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 കൃപയും. ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞു. കൃപയാൽ കൃപയാൽ കൃപയും മാത്രം യേശുവേ. ഒരിക്കൽ കൂടെ. കൃപയാൽ 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 കൃപയൊന്നും മാത്രം യേശുവേ. ഒരിക്കൽ കൂടെ. കൃപയാൽ കൃപയാൽ കൃപയൊന്നും മാത്രം യേശുവേ. ഓ കൃപയാൽ. അപ്പാ അങ്ങനെ കൃപ. കൃപയാൽ 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 ഓ കൃപയൊന്നും മാത്രം യേശുവേ. ഓ കൃപയാൽ കൃപയാൽ കൃപയാൽ. അതൊന്നും കണ്ണു തുറന്ന്. കൃപയാൽ 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 കൃപയൊന്നും. അതാ എനിക്കറിയത്തില്ല, ആ പാട്ടിന്റെ ലൈൻ പാടുമ്പോൾ എന്റെ മനസ്സ് ഉള്ളൊരുക്കി കർത്താവിന്റെ സ്നേഹം എന്നിൽ നിറയുന്നു. ആ കൈകളൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവ് കണ്ണു നടച്ചു. കൃപയാലാണ് ഞാൻ ഇവിടെ വന്നത്. കൃപയാലാണ് സ്നേഹം എന്നെ തേടി വന്നത്. പലരും എന്റെ കൂടെ പഠിച്ചവരും ഒക്കെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. തന്റെ ഇടത്തോട് ജീവിച്ച പലരും ഇന്നില്ല. പക്ഷെ എന്നോട് കാണിച്ച കൃപ. കീബോർഡ് ഇതെല്ലാം ഞങ്ങൾ ഓഫ് ചെയ്തവരാ. കൃപയാൽ കൃപയാൽ. വാ തുറന്നൊന്ന് പാട്. ഓ കൃപയാ. അപ്പാ ഒന്ന് രണ്ടു പ്രാവശ്യം ഒന്ന് പറഞ്ഞേ. ഓ കൃപയാ. അപ്പാ ശബ്ദത്തിൽ ആർത്ത് വിളിച്ചൊന്ന് പറഞ്ഞ്. കൃപ. കൃപ നിന്നെ ചുറ്റുവിരിയ. ഓ കൃപയാൽ കൃപയാൽ കൃപയാൽ
കൃപ നിന്നെ തേടി വന്നു, ദൈവത്തിന്റെ കരുണ നിന്നെ തേടി വന്നു. ഇല്ലെങ്കിൽ ഇന്ന് പകൽ ഉണരാൻ കഴിയില്ലായിരുന്നു. അസ്നേഹം ഓർക്കുമ്പോൾ, കരുതൽ ഓർക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ നനഞ്ഞു. ഒരു സെക്കൻഡ് മതി പ്രിയമുള്ളവരെ, എല്ലാം അവസാനിക്കാൻ. കെട്ടിപ്പിടിച്ചതും വെട്ടിപ്പിടിച്ചതും ഒക്കെ തകർന്ന വയനാടിനെ നോക്കിക്കേ. ഇവിടെ വരുമ്പോ കണ്ണുകൾ നിറയണം. അടുത്തിരിക്കുന്ന വ്യക്തി ആരാധിക്കുന്നുണ്ടോ, കൈയടിക്കുന്നുണ്ടോ, സ്വതന്ത്രം പറയുന്നുണ്ടോ, അത് നോക്കാനല്ല നിന്നെ കൊണ്ടുവന്നത്. ഇതിനകത്ത് കേറുമ്പോ മുതൽ നിന്റെ കണ്ണും നനഞ്ഞ കർത്താവിനെ ആരാധിച്ചു. എന്തോ എനിക്കറിയത്തില്ല, സഭയോടൊരു വാണിംഗ് ദൈവം തരുന്നു. ഭയത്തോട് ദൈവത്തെ സേവിക്കുക. ആരാധന ഹോളി വരുമ്പോ ദൈവം ഭയത്തോടാണ്. എത്രയോ സ്വപ്നങ്ങൾ എത്ര പേരുടെ തകർന്നു പോയി. കണക്കുകൂട്ടലുകൾ തെറ്റാൻ ഒരു നിമിഷം മതി. യൂത്ത് മീറ്റിംഗിൽ സാലു ബ്രദർ സംസാരിച്ച ഒരു വാക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ദൈവസ്ഥലിൽ നിൽക്കുവാനോ പാടാനോ പ്രസംഗിക്കാൻ ഒരു വേദിയില്ലാതെ ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്ന് സ്വപ്നം കണ്ട് നടന്നതാ. ഇതിനകത്തിരിക്കുന്ന പലരും സ്വപ്നം കണ്ട് നടന്നതാ. ദൈവത്തെ ഒന്ന് വിടുതലോട് ആരാധിപ്പാൻ. പക്ഷെ കർത്താവ് കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൈ ഉയർത്തി ഒന്ന് പറയാം, കൃപയാൽ കൃപയാ കൃപയാ അപ്പാ. കൃപയാൽ കൃപയാ കൃപയാ. നിങ്ങൾ ഉള്ളു തുറന്ന് പറഞ്ഞോ, കൃപയാ കൃപയൊന്നു മാത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നിച്ചൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നുള്ള ശുശ്രൂഷ ദൈവത്തിന്റെ വലിയ മഹത്വം ഉണ്ടാകുന്ന ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭാവിച്ചാൽ തുറന്നുള്ള ശുശ്രൂഷ വഹിച്ചുകൊണ്ട് പരസ്യമായി പ്രാർത്ഥിക്കുക. പലഭവനങ്ങളായ ഞങ്ങളെയൊക്കെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങേ നദിയോട് സ്തുതി പാടി സ്തോത്രം ചെയ്യുവാൻ തങ്ങളുടെ പ്രാപ്തരാക്കിയതിനായി ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ നദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവേ. കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയ എത്ര പേര് കർത്താവേ ഹല്ലേലൂയ പ്രഭാതം കാണാതെ മരണവരിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഹല്ലേലൂയ എത്ര പേര് ആശുപത്രി കിടക്കിൽ അയ്യം വിളിക്കുമ്പോൾ ഹല്ലേലൂയ കരുണാമയനായ കർത്താവേ അവിടുന്ന് ഞങ്ങളെ എല്ലാം കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ഹല്ലേലൂയ കൃപയെ സൂക്ഷിച്ച് കർത്താവേ കൊണ്ടുവന്ന സ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ തിരുസാന്നിധ്യത്തിൽ വഹിക്കാതെ ഞങ്ങളോട് കൂടെ വരണമേ. ആ തിരുസാന്നിധ്യം ഞങ്ങളെ നയിക്കുമാറാകണമേ. മോശം പറഞ്ഞതുപോലെ ഹല്ലേലൂയ അവിടുത്തെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ കർത്താവേ ഇപ്പോൾ കാലം അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ശരീരത്തിലേക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുഗ്രാഹ്യമുള്ള സൗരഭ്യമാത്തിനുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന എന്ന് കാലം ഇവിടെ അർപ്പിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമേ ഞങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിനെ കർത്താവെ കഴുകി ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ശരീരത്തെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ദൈവകൃപയിൽ 1000 പാർശ്വത്തെ സഹായിക്കുമാറാകണമേ. വിശുദ്ധ സഭായോഗത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. നല്ല സങ്കീർത്തനങ്ങള്, നല്ല പ്രബോധനങ്ങൾ കർത്താവെ, നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ സ്വർഗ്ഗവഴിയാക്കുമാറാകണമേ. പ്രവേശനങ്ങളുടെ മുൻപിലുണ്ടല്ലോ കർത്താവെ, അതിന്മേൽ കർത്താവെ അതിൽ നിന്ന് ഭക്ഷിപ്പാൻ ഞങ്ങളൊക്കെ കർത്താവ് സഹായിക്കുമാറാകണമേ. ഇന്നത്തെ കർത്താവെ ആരാധനയെ സ്വന്തമായി തീരുവാൻ വീണ്ടും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജീവനങ്ങളുടെ ദാസന്മാരെ ശക്തീകരിച്ചാട്ട് അതിനെ സംസാരിപ്പാനങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തിയാട്ട് കടന്നു വന്ന ജനത്തെ എല്ലാവരും പോലെ അനുഗ്രഹിച്ചാട്ട് ആരെങ്കിലും ഭവനത്തിലായിരിക്കുന്നെങ്കിൽ അവരെ വിടുവിച്ച് ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ അനുഗ്രഹിക്കുമാറാകണമേ. ആരെങ്കിലും രോഗികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മരണതകർന്നവരായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ തന്നെ കർത്താവെ വിടുതൽ പ്രാപിച്ചു മടങ്ങി പോകുവാൻ തക്കോളം സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയത്താണ് ഞങ്ങൾ നിന്റെ സന്നിധിയിലിരിക്കട്ടെ. ഹല്ലേലൂയ ദൈവഭയത്തോടെ ആയിരിക്കാൻ സ്വർഗ്ഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിനുള്ള നാമത്തിൽ തന്നെ ഒന്നിച്ചു പറഞ്ഞോട്ടെ. കഴിഞ്ഞ രാത്രി സഭായോഗത്തിന് ശേഷം നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ലാസ്റ്റ് ഒരു പാട്ടുപാടി നമ്മൾ ആരാധിച്ചാണ്. യേശുവിന്റെ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ചു, തുള്ളിച്ചാടി ആരാധിച്ചു. ഇന്നലെ രാത്രി ഭയങ്കര വിടുതലുണ്ടായി. ആ പാട്ട് ഒന്നുകൂടെ നമ്മൾ പാടി ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി പോവുകയാണ്.
എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ ദൈവത്തെ Yeah.
സിംഹാസനം വിട്ടുപോയി. കേരളവും ഭരിച്ച രാജാക്കന്മാരുണ്ടായിരുന്നു, ചേരമാൻ രാജാക്കന്മാരുണ്ടായിരുന്നു. തലവടി ഭാഗത്തും രാജാക്കന്മാർ ഭരിച്ചതാണ്. കായംകുളത്തും രാജാക്കന്മാരുണ്ടായിരുന്നു. എവിടെ? അവരുടെ പ്രൗഢികളെല്ലാം നഷ്ടപ്പെട്ടു. ആ സ്ഥാനമെല്ലാം ഒഴിഞ്ഞു കിടക്കുക. ഇപ്പൊ കസേര മാത്രം മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്, ചെങ്കോലും കിരീടം ഇരിപ്പുണ്ട്. പക്ഷെ ഇന്നും രാജാവായി വാഴുന്ന ഒരുവനുള്ളൂ. അവന്റെ പേരെന്താണ്? എന്ന് പറഞ്ഞാട്ടെ, എന്ന് പറഞ്ഞാട്ടെ. എല്ലാരും ക്ഷീണിച്ച് മഴ പെയ്തത് കൊണ്ടാണെന്ന് അറിയത്തില്ല, എല്ലാരും ക്ഷീണിച്ചിരിക്കുന്ന പോലെ. അവന്റെ പേര് ഉറക്കിയെന്ന് പറഞ്ഞേ, കൈ ഉയർത്തിയെന്ന് പറഞ്ഞു. യേശു രാജാതി രാജാവ് ആരാണ്? കർത്താതി കർത്താവ് ആരാണ്? അവൻ മാത്രം ജീവിക്കുന്ന ദൈവമാണ്. അല്ലെങ്കിൽ നമ്മളൊന്ന് ചേർന്ന് പാടാൻ പോവുക. കീബോർഡ് എല്ലാം ഓഫ് ചെയ്ത് തരാം. എനിക്ക് ഇന്നലെ രാത്രി പാടിയപ്പോഴും വളരെ സന്തോഷം തോന്നിയ ഒരു ലൈനാണ്. രാജാതി രാജാവും കർത്താതി കർത്താവും. അവൻ രാജാവാണെങ്കിൽ ഇന്ന് ചിലത് നിനക്ക് വേണ്ടി കൽപ്പിക്കാൻ പോവുകയാണ്. എനിക്കറിയില്ല, കർത്താവ് പറയുന്നു അവൻ രാജാവാണെങ്കിൽ നിന്നെ ദോഷം ചെയ്യുന്ന, നിനക്കെതിരെ ഉപദ്രവം നടത്തുന്ന ചിലതിനോട് അവൻ കൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് ചെറുതാമയും പറഞ്ഞാട്ടെ. ഇറ്റ്സ് നോട്ട് എല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് പാടാം. രാജാതി രാജാവ് കർത്താതി കർത്താവ് ദേവാദി ദേവൻ അവൻ മാത്രം. ഒന്ന് പറഞ്ഞേ, രാജാതി സഹോദരങ്ങളുടെ ശബ്ദം കേൾക്കില്ല. രാജാതി സഹോദരന്മാരെ ഒന്നിച്ച് രാജാതി രാജാവ് കർത്താതി രാജാതി രാജാവ് കർത്താതി. ഓ ഓ രാജാതി രാജാവ് കർത്താതി ഒന്നിച്ച് രാജാതി രാജാതി രാജാവ് ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും കാണിക്കാം. കണ്ണുകളടച്ച് ശാന്തമായി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കൈകളൊന്ന് സ്വർഗത്തിൽ ഈ ഷോൾഡറിന് മേളിൽ പൊക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഉയർത്താൻ ദൈവം കരുണ കാണിച്ചതുകൊണ്ടാണ്. ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അപ്പന്റെ മുമ്പിൽ ഒന്ന് സറണ്ടർ ആയത്. നീ യേശുവിന്റെ മുമ്പിൽ വരുമ്പോ ആരുടെ മുമ്പിൽ പോകുമ്പോഴും തല കുനിയരുത്. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ വരുമ്പോ തല കുനിഞ്ഞ വിധേയത്തോടുകൂടി ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശിവറാം തറാസി എല്ലാ കരമൊന്ന് വീശി വന്നവരും വരുവാനിരിക്കുന്ന കർത്താവേ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഉള്ളത് കൊണ്ട് നന്ദി പറയുകയാണ്. കൈ നീട്ടി ഞങ്ങളുടെ ബലഹീനരെ ബലപ്പെടുത്തണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, സകലതും മറന്നേ ആരാധിപ്പാൻ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ബൈബിൾ തുറന്ന് 102 സങ്കീർത്തനം വാക്യമായി വായിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനം 102 വാക്യമായി ഇന്ന് പകൽ വായിക്കാം. 102 സങ്കീർത്തനം. യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു, എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. എന്റെ ഞരക്കത്തിന്റെ ഒച്ച നിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു, വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ആകുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു, എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ, അതിന് സമയം വന്നിരിക്കുന്നു. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും ജാതികളെ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ
കടത്തന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും അവൻ വഴിയിൽ വെച്ച് തന്റെ ബലം ക്ഷയിപ്പിച്ചു. അവൻ എന്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അത് 2 വാക്യം ചേർന്ന് വായിക്കോ. നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും. അവരുടെ സന്തതി കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആയുസോടെ ദൈവം നമ്മളെ കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം ചെയ്യാം. ആരോഗ്യത്തോടെ ദൈവം നമ്മളെ കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം ചെയ്യാം. ബലത്തോടെ ദൈവം നമ്മളെ കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞൊരു മാസം അത്ഭുതകരമായി ദൈവം നടത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യാം. ഒരാൾ പോലും നിങ്ങളുടെ വീട്ടിൽ കുറയാതെ ദൈവം നടത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യാം. ഭക്ഷ്യപ്പാൻ ആഹാരം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കുടിക്കുവാൻ വെള്ളം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ധരിപ്പാൻ വസ്ത്രം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാർക്കുവാൻ പാർപ്പിടം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിന് വിടുവിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ കാലിനെ വീഴ്ച രക്ഷിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രാണനെ മരണത്തിന് വിടുവിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യാം. ആയുസോടെ ദൈവം നമ്മളെ കൊണ്ടുവന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വനായ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഉള്ളതിനായി സ്തോത്രം. ജനത്തോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ഞായറാഴ്ച പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഹോളിലിരിക്കുന്ന ദൈവമക്കളും ലൈവിലൂടെ എന്നെ ശ്രവിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഒരു പുതിയ മാസത്തിന്റെ ആരംഭ പകലിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവമക്കളെ, കഴിഞ്ഞ 31 ദിവസം, ഒരു മാസം അത്ഭുതകരമായ ദൈവം നമ്മളെ നടത്തിയില്ലേ? എത്രയോ ഭവനങ്ങൾ ദുഃഖഭവനമായി, എത്രയോ പേര് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, എത്രയോ അനർത്ഥങ്ങൾ നടന്നപ്പോൾ നമ്മളെയും നമുക്കുള്ളവരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ദൈവം അത്ഭുതകരമായി നടത്തിയല്ലോ. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ദൈവം നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ ആരാധിക്കാൻ പറയണ്ട, സ്തുതിക്കാൻ പറയണ്ട, ഹൃദയത്തിൽ നിന്ന് ആരാധന പൊങ്ങി വരും. ബലം കൊണ്ടോ ശക്തി കൊണ്ടോ നമുക്ക് നിൽപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. അനുഗ്രഹപ്പെട്ട ആരാധന ദൈവം നമുക്ക് തന്നു. വേഗത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചൊരു ദൂത് പറഞ്ഞിട്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 102-ാം സങ്കീർത്തനമാണ് ഇന്ന് പകൽ വായിപ്പാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നത്. അതിന്റെ ഹെഡിങ് നമുക്കൊന്ന് വായിക്കാം. ക്ഷീണിച്ച് ദൈവത്തിന്റെ മുമ്പാകെ അവന്റെ സങ്കടത്തെ പകരുമ്പോൾ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. ആ ഹെഡിങ്ങിൽ തന്നെ ഒരു ദൂത് കിടക്കുക. നമ്മുടെ സങ്കടങ്ങൾ എവിടാ പകരേണ്ടത്? അവർക്ക് പറഞ്ഞാട്ട് ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുക. എന്തിനു വന്നതാ? ദൈവത്തെ ആരാധിക്കാനും നമ്മുടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ പറയാൻ. മനുഷ്യന്റെ മുമ്പിൽ നിന്റെ സങ്കടങ്ങൾ പറഞ്ഞാൽ മനുഷ്യൻ നിന്നെ കളിയാക്കും. പക്ഷെ ദൈവ മുമ്പിൽ നിന്റെ സങ്കടം പറയുമ്പോൾ ഒരു ചെവി അറിയാതെ, ഒരു കൈ അറിയാതെ, ഒരു വ്യക്തി അറിയാതെ ദൈവം നിനക്ക് വേണ്ടി ഇടപെടാൻ പോവുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ട്. ഇതിനകത്തുനിന്ന് ഒരു പ്രത്യേക പദമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയാൻ എന്നെ ഏൽപ്പിച്ച ദൂത്. അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കാം. സിയോണിനെ പറ്റിയാണ് ഇന്ന് പകൽ പറയാൻ തന്ന ദൂത്. പക്ഷെ വളരെ ചുരുക്കിയ സമയം കൊണ്ട് ആ ദൂത് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. 15-ാം വാക്യത്തിൽ വായിക്കുന്ന യഹോവ സിയോനെ എന്ത് ചെയ്യും? പണിയാൻ പോകും. സിയോൻ തകർന്നു കിടക്കുക, സിയോൻ ഇടിഞ്ഞു കിടക്കുക. തുറന്ന് ചിന്തിക്കാം. നമുക്ക് എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് കിടക്കുക. പക്ഷെ ദൈവാത്മ പറയുന്നു, ഞാൻ എന്നും അതിനെ അങ്ങനെ ഇടത്തില്ല. ദൈവം പണിയാൻ പോകും. സ്തോത്രം പറഞ്ഞോ. ഏതെങ്കിലും വിഷയത്തിൽ നിന്റെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ, ആരെങ്കിലും നിന്നെ കളിയാക്കുന്നെങ്കിൽ, ആരെങ്കിലും നിന്നെ നിന്ദിക്കുന്നെങ്കിൽ, ഈ പുതിയ മാസത്തിന്റെ ആരംഭം ദൈവം പറയുന്നു, ദൈവം പണി ഏറ്റെടുക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ട്.
മനുഷ്യൻ ഇടിച്ചു കളഞ്ഞത്, ശത്രു ഇടിച്ചു കളഞ്ഞത് ഇന്ന് പകൽ വാതുറന്ന് സ്തോത്രം ചെയ്തു. 9-ാം മാസത്തിന് ആത്മാവിൽ ഊതു പറയുക, ദൈവം സിയോനെ പണിയാൻ തുടങ്ങിയതുപോലെ നിന്റെ ജീവിതത്തിൽ ചിലതിനെ ദൈവം പണിയുന്ന സമയങ്ങളെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക. ഒരു വലിയ പണി ഞാൻ കാണുക എന്ന് പറഞ്ഞ വലിയ വീട് വെക്കുന്ന പണിയല്ല. നിന്റെ ജീവിതത്തിൽ ഇടിച്ചു കളഞ്ഞ ചിലതിനെ ദൈവം പണിയാൻ പോവുക. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിലതിനെ ദൈവം പണിയാൻ പോവുക. സ്തോത്രം പറഞ്ഞോ, സ്തോത്രം പറഞ്ഞോ. 15-ാം വാക്യം വായിച്ചത് വീണ്ടും വായിക്കാം, 13-ാം വാക്യം വായിക്കാം. ദൈവാത്മാവ് എനിക്ക് തന്ന ദൂതാണ്. 13-ാം വാക്യം നോക്കിക്കേ. നീ എഴുന്നേറ്റ് സിയോനോട് എന്ത് ചെയ്യും? ആമേ. പ്രാർത്ഥനയുടെ മുമ്പിൽ, നിലവിളിയുടെ മുമ്പിൽ ദൈവം എഴുന്നേൽക്കും. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന നഷ്ടമാണോ? ഞായറാഴ്ച ഇവിടെ വന്ന് ആരാധിക്കുന്നത് നഷ്ടമാണോ? കരയുന്നത് നഷ്ടമാണോ? ദൈവം എഴുന്നേൽക്കാൻ പോകും. ആ വചനത്തിൽ വായിക്കുന്നു, ദൈവം എഴുന്നേറ്റ് സിയോനോട് എന്ത് ചെയ്യും? തകർന്നു കിടക്കുന്ന സിയോനോട് ദൈവം കരുണ കാണിക്കും. എന്താ ചിലരോടുള്ള ദൂത, ദൈവം കരുണ കാണിക്കും. എന്നിട്ട് അതിനടുത്ത വാക്യത്തിൽ പറയുന്നു, അവളോട് കൃപ കാണിക്കാനുള്ള കാലം, ആമേ, അതെ, അതിന് സമയം വന്നിരിക്കുന്നു. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. എന്തോ ദൈവത്തിന്റെ സമയം നിനക്ക് വേണ്ടി തുറക്കാൻ പോവാ. വളരെ ശക്തമായ ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളോടാ ഇന്ന് പക ദൈവാത്മാവ് ദൂത് പറയുന്നത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള സമയം തുറന്നു വരാൻ പോവുക. ദൈവം കൃപ കാണിക്കാനുള്ള കാലം വരിക. നീ കരയുന്നത് നഷ്ടമല്ല. നീ ഓടി ആലയത്തിൽ വന്ന് സമയമില്ലെങ്കിൽ സമയം ഉണ്ടാക്കി നീ ആലയത്തിൽ വന്നിരുന്നു പ്രാർത്ഥിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നഷ്ടമല്ല. സർവശക്തനായ ദൈവം നിന്നോട് കൃപ കാണിക്കാനുള്ള സമയമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുക. എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഇതാ ഞാൻ സിയോനോട് കരുണ കാണിക്കും, സിയോനോട് കൃപ കാണിക്കും, അതിനുള്ള സമയം വന്നിരിക്കുന്നു. ഇപ്പം സിയോന്റെ അവസ്ഥ എന്താണ്? അതാണ് നമ്മൾ ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തരുന്നു. ഇപ്പോഴത്തെ സിയോന്റെ അവസ്ഥ നമുക്ക് നോക്കാം. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം, ആമേൻ, അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. വിലാപങ്ങൾ 1:17. സിയോൻ എന്ത് ചെയ്യുക? കൈമലർത്തുന്നു. അവളെ ആശ്വസിപ്പാൻ ആരുമില്ല. കൈമലർത്തുക. ആരും സഹായിക്കാനില്ല, ആരും ആശ്വസിപ്പിക്കാനില്ല, ആരും കൈക്ക് പിടിക്കാനില്ല. അങ്ങനൊരു അവസ്ഥയിലൂടെ സിയോൻ പോകുമ്പോൾ ദൈവം പറയുന്നില്ല, സിയോനോട് ഞാൻ കരുണ കാണിക്കാൻ പോവുക. ഈ ഞായറാഴ്ച സഭായോഗത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്ന ദൂതാണ്. ആമേൻ. സിയോൻ കൈമലർത്തി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം പറയുന്നു, സിയോനെ, ആരും നിന്നെ ആശ്വസിപ്പിക്കാൻ വന്നില്ലെങ്കിലും ഞാൻ നിന്റെ വിഷയം ഏറ്റെടുക്കാൻ പോവുക. ഞാൻ നിന്നെ പണിയുന്ന സമയമാ. എന്റെ കൃപ ഞാൻ നിന്റെ മേൽ പകരുന്ന സമയമാ. എന്റെ കരുണ ഞാൻ നിന്റെ മേൽ പകരുന്ന സമയമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കൈമലർത്തുക, ആശ്വസിപ്പാൻ. ഒന്നിന്റെ വാക്യം തരാം. 137-ാം സങ്കീർത്തനം എടുത്ത്, 137-ാം സങ്കീർത്തനം എടുത്ത വേഗത്തിൽ. സങ്കീർത്തനം 137-ന്റെ 1 വായിച്ചേ. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ബാബേൽ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർക്കുമ്പോ കരയുക. അയ്യോ, എങ്ങനെ നിന്ന സ്ഥലമാ, ഏത് നിലയിൽ പോയതാ, ഇപ്പോൾ എല്ലാം തകർന്നു പോയല്ലോ, വഴിയെല്ലാം അടഞ്ഞു പോയല്ലോ, നിന്നാപാത്രമായി തീർന്നല്ലോ, അനേകർ നിന്നെ കളിയാക്കുന്നുണ്ടല്ലോ, അനേകർ നിന്നെ പരിഹസിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ സംഗീതക്കാരൻ പറയാണ്, സിയോനെ ഓർത്ത് ഞങ്ങൾ എന്ത് ചെയ്തു? കരഞ്ഞു. 3-ാം വാക്യം. ഒരു ബദ്ധാവസ്ഥയിലൂടെ കടന്നു പോവുക. നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കണം. ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല. എല്ലാവരും കൈമലർത്തി ആശ്വാസത്തിനു വേണ്ടി സിയോൻ നോക്കിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന പകൽ പറഞ്ഞ, സിയോനെ, നിന്റെ ദൈവം നിന്നെ മറക്കത്തില്ല.
ഈ ഞായറാഴ്ച സഭായോഗത്തിൽ വന്ന ദൈവകുഞ്ഞെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുക, നിന്നെ കണ്ട് പലരും പുച്ഛിക്കുന്നുണ്ട്, നിന്നെ കണ്ട് പലരും കരയുന്നുണ്ട്, നിന്നെ കണ്ട് പലരും കളിയാക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞ അവരുടെ നടുവിൽ ഞാൻ നിന്നെ പണിയാനുള്ള സമയം വന്നിരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തിനൊന്ന് സ്തോത്രം കൊടുത്തേ. ഞാൻ നിന്നെ പണിയാനുള്ള സമയം വന്നിരിക്കുക. ദൈവം കൈവിടുവോ? ദൈവം സിയോനെ കൈവിടുവോ? ഞാൻ വചനത്തിൽ തെളിയിക്കാൻ പോവാ. ദൈവം കൈവിടുവോ? ഇല്ല. വായിക്കാം. സങ്കീർത്തനം 133:3. നോക്കിക്കേ, എല്ലാവരും സിയോനെ കൈവിട്ടപ്പോൾ സിയോനിൽ ദൈവം എന്ത് പെയ്യിക്കാൻ തുടങ്ങി? ഉറക്കെ പറ, ആമേൻ പറ. ഈ ദൂത് ഇന്ന് പകൽ തിരിച്ചറിയണം. ഒരാശ്വാസം എനിക്ക് വരുന്നില്ലല്ലോ, എല്ലാവരാലും ഞാൻ നിന്ന പാത്രമായി തീർന്നല്ലോ, എല്ലാവരാലും എന്നെ പരിഹസിച്ചോ എന്ന് സിയോൻ വിഷമിക്കുമ്പോൾ തെറ്റുപറ്റാത്ത വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, സിയോനിൽ എന്ത് ദൈവം ചെയ്തു? ആമേൻ. ഹെർമോനിയ മഞ്ഞ്. ഞാൻ തെളിയിക്കാം. മഞ്ഞിന്റെ 2 ഗുണങ്ങൾ എടുക്കാൻ പോവാ. ശ്രദ്ധിക്കണം. ഒത്തിരി പേര് പുച്ഛിക്കുന്നുണ്ട്, ഉണ്ട്. ഒത്തിരി പേര് കളിയാക്കുന്നുണ്ട്, ഒത്തിരി പേര് പരിഹസിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ദൂത് ദൈവം കൈവിടത്തില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? സഹോദര സഹോദരി, ദൈവം കൈവിടത്തില്ല. കളിയാക്കുന്നവർ കളിയാക്കട്ടെ, പുച്ഛിക്കുന്നവർ പുച്ഛിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. ദൈവം കൈവിടാത്തതിന്റെ തെളിവാ സിയോന്റെ മേൽ ദൈവം എന്ത് പെയ്യിക്കാൻ തുടങ്ങി? ഉറക്കപ്പറ, മഞ്ഞ്. ബൈബിളിന്റെ വീക്ഷണത്തിൽ മഞ്ഞിന്റെ പ്രത്യേകത എന്ത്? വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം. യെശയ്യാവ് 18:4 വേഗത്തിൽ വായിക്കാം. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. യെശയ്യാവ് 18:4 മഞ്ഞ്. ദൈവം മഞ്ഞ് പിടിച്ചതിന്റെ പ്രത്യേകം നോക്കിക്കേ. യഹോവ ഇപ്രകാരം എന്നോട് അരുളി ചെയ്യുന്നു, വെയിൽ തെളിഞ്ഞ് മൂക്കുമ്പോൾ. ശ്രദ്ധിക്കണം. വെയിൽ തെളിഞ്ഞു മൂക്കുമ്പോൾ ഒരു മനുഷ്യനും നേരെ വെളിയിൽ നിൽക്കാൻ പറ്റത്തില്ല. അടുത്ത വചനത്തിൽ വായിക്കുകയാണ്, കൊയ്ത്തുകാലത്ത് ഉഷ്ണത്തിൽ, കൊയ്ത്തുകാലമാ, വളരെ ഉഷ്ണമാ, പക്ഷെ അതിനെ തണുപ്പിക്കാൻ ദൈവം എന്ത് ചെയ്യും? മേഘം മഞ്ഞു പൊഴിക്കും. സ്വോത്രം പറ, സ്വോത്രം പറ. പലരും കൈ മലർത്തി പോകുമ്പോൾ, ഈ വെയിലത്ത് നീ വാടി വീഴുമെന്ന് പലരും വിധി എഴുതുമ്പോൾ, ഇന്നിപ്പോ ദൈവാത്മാവ് ദൂത് പറയുന്നു, മേഘങ്ങളോട് കൽപ്പിച്ച് വെയിൽ നിന്നെ കൊല്ലാതിരിപ്പാൻ മഞ്ഞു പൊഴിക്കുന്നത് എന്റെ ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്നിപ്പോ ദൈവത്തിനൊന്ന് സ്വോത്രം ചെയ്യട്ടെ. ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയാം, വഴി അടിക്കുന്നവർ വഴി അടയ്ക്കട്ടെ, വഴി പൂട്ടുന്നവർ വഴി പൂട്ടട്ടെ. ആരടച്ചാലും ആര് പൂട്ടിയാലും ആർക്കും പൂട്ടാൻ പറ്റാത്ത വഴി പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, ആരാധനയ്ക്ക് മുൻസ്ഥാനം കൊടുക്കുന്ന ദൈവകുഞ്ഞെ, ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്ന ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി ദൈവം തുറക്കുമെന്ന് 9-ാം മാസത്തിന്റെ ആദ്യത്തെ പകല് പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ദൂത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരെ ദൈവത്തിന്റെ വിടുതൽ നടക്കാൻ പോവുക. ആൾക്കാർ നോക്കിയിരിക്കുന്നു. വെയില് മൂക്കുമ്പോൾ നീ ക്ഷീണിച്ചു പോകും. കൊയ്ത്തുകാലത്ത് ഉഷ്ണക്കാറ്റടിക്കുമ്പോൾ നീ തളർന്നു വീഴുമെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇല്ല, മേഘം നിനക്ക് മഞ്ഞു പൊഴിക്കും. എത്ര പേര് ദൂത് തിരിച്ചറിയുന്നുണ്ട്? സഹോദര സഹോദരി, ഇല്ല, വെയിലത്തിട്ട് ദൈവം നിന്നെ ഉരുക്കത്തില്ല. ദൈവം മഞ്ഞു പൊഴിക്കുന്ന ദൈവമാ. മേഘങ്ങളോട് ദൈവം കൽപ്പിക്കും. സ്വോത്രം പറ. ദൈവത്തിന് മനുഷ്യരെ ഒന്നും വേണമെന്നില്ല, മേഘങ്ങളോട് ദൈവം കൽപ്പിക്കും. ഏലിയാവിനെ പോറ്റാൻ കാക്കയോട് കൽപ്പിച്ചതെന്റെ ദൈവമാണെങ്കിൽ, ആമേ, ബ്രഹ്മപ്പണം കൊടുക്കാൻ മത്സ്യത്തോട് കൽപ്പിച്ചതെന്റെ ദൈവമാണെങ്കിൽ, യോനയെ വിഴുങ്ങാൻ മത്സ്യത്തോട് കൽപ്പിച്ചതെന്റെ ദൈവമാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവദാസ, കരയുന്ന ദൈവദാസി, നിനക്ക് വേണ്ടി മഞ്ഞു പൊഴിക്കാൻ എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണെന്ന് ഈ ഞായറാഴ്ച വിശ്വസിക്കുന്നവർ ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നീ ആത്മീയ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണോ? യോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണോ? ആണെങ്കിൽ ഇല്ല, ദൈവം കൈവിടത്തില്ല, ദൈവം മഞ്ഞു പൊഴിക്കും. ആമേൻ പറഞ്ഞോ. ഒരു വചനോടെ ഞാൻ തരാം മഞ്ഞിനെ പറ്റി. ഉഷ്ണകാലത്ത് വെയിൽ മൂക്കുമ്പോൾ
ദൈവം എന്ത് പൊഴിക്കും? മഞ്ഞു പൊഴിക്കും. അടുത്ത വചനം ഹോശയ്യ പ്രവചനം 14:5 വായിച്ചു വേഗത്തിൽ മുന്നോട്ട് പോകാം. ഹോശയ്യ 14:5. ഞാൻ ഇസ്രായേലിന്റെ മഞ്ഞ് പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരും. ആമേൻ പറ. ഞാൻ എന്തുപോലെ ഇരിക്കും? വിശ്വസിക്ക, ഉഷ്ണം നിന്നെ തൊടത്തില്ല. ഇപ്പൊ വന്ന പ്രതിസന്ധി നിന്നെ തകർക്കത്തില്ല. ദൈവം നിനക്ക് മഞ്ഞു പോല തിരിച്ചറിയുന്ന സ്തോത്രം പറഞ്ഞു. എന്നിട്ട് ആ വചനത്തില് ഹോശയ്യ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ താമര പോലെ, ഈ താമര പൂത്ത് ലെബാനോൻ വനം പോലെ വേരുന്നു. ഇതിനെ പൂവിപ്പിക്കാൻ വേണ്ടി മഞ്ഞിനെ പൊഴിച്ച് ഒരുക്കുന്നത് എന്റെ ദൈവമാണെങ്കിൽ ദൂത് പറയാം, ഇതുപോലെ ഇല്ലാത്തൊരു ഫലം ചില കുടുംബങ്ങൾക്കകത്ത് തുറന്നു. പ്രാർത്ഥിച്ചോ. ഇതെല്ലാവർക്കും ഉള്ള ദൂതല്ല, പ്രാർത്ഥിക്കുന്നവർക്കുള്ള ദൂത. ദേവദാസന്മാർ പറയുന്ന ദൂത് കേട്ട് അനുസരിക്കുന്നവർക്കുള്ള ദൂത, കരയുന്നവർക്കുള്ള ദൂത. ഒരു ലെബാനോൻ വനം പോലെ ഇത് മനസ്സിലാക്കുന്നവർ സ്തോത്രം ചെയ്യണം. താമര പോലെ പൂത്ത്. ഇത് പ്രവചന പുസ്തകമായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത വാക്യം. അവന്റെ കൊമ്പുകൾ പടരും, അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൽ. കൊമ്പുകൾ എന്ത് ചെയ്യും? വിശ്വസിക്കുക, കൊമ്പുകളെ ദൈവം പടർത്തുമെന്ന്. പക്ഷേ അയ്യോ പറയുന്നുണ്ട്, ഒരു വെട്ടു വരും ഇടയ്ക്കിടയ്ക്ക്. എന്തിനാ? ഒരു മരത്തിന്റെ ശിഖരം വെട്ടുന്ന എന്തിനാ? ഇതുവരെ കാണാത്ത പുതിയ കൊമ്പ് വരാനാ. കഴിഞ്ഞ നാളുകളിൽ മുറിവ് നിനക്ക് വന്നെങ്കിൽ, വെട്ട് നിനക്ക് വന്നെങ്കിൽ, 9-ാം മാസം 1 ഞാൻ ദൂത് പറയാം, ഇതുവരെ കാണാത്ത പുതിയ മുള വരാൻ പോവാ. പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കില്ല, ദൈവം കൈവിടത്തില്ല. കൈവിടത്തില്ല. കൈവിടുന്നവർ കൈവിടട്ടെ, മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. ദൈവം നിന്നെ കൈവിടത്തില്ല. കഴിഞ്ഞ നാളുകളിൽ വന്ന മുറിവ്, കഴിഞ്ഞ നാളുകളിൽ വന്ന വേദന ഇതുവരെ കാണാത്തൊരു പുതിയ കൊമ്പിന് വേണ്ടിയാണെന്ന് ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അവൻ കൊമ്പ് പോലെ പടരും. അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെയും, ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെ. അവന്റെ വാസന ലെബാനോന്റേത് പോലെയും ഇരിക്കും. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും. കാര്യം സാഹചര്യത്തെ ദൈവം മാറ്റി. ഇവന്റെ നിഴലിൽ പാർക്കുന്നവർ എന്ത് വിളയിക്കും? ആമേൻ പറ. ആമേൻ പറ. നീ നിമിത്തം ചിലർ വിടിവിക്കപ്പെടും. എത്ര പേര് ദൂത് തിരിച്ചിരുന്നു പകല്? വിഷമിക്കല്ലേ? ഇല്ല, ദൈവം പണിയാൻ പോവാ. സ്വത്രം പറ. കൃപ കാണിക്കാനുള്ള കാലം വരാൻ പോവാ. അങ്ങനെ ദൈവമോട് ഞാൻ മഞ്ഞു പോലെ നിന്റെ കൂടെ ഉണ്ട്. മഞ്ഞു പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നാ കർത്താവ് പറയുന്ന. ആമേൻ പറ. വെയില് കൊണ്ട് നീ ക്ഷീണിക്കത്തില്ല. കൊമ്പ് പടരാൻ പോവാ. അതിന്റെ കീഴിൽ ധാന്യവും വീഞ്ഞും വിളയിക്കുകയും. അടുത്തത് ഒരു തളിർപ്പ് വരാൻ പോവാ. സ്വതന്ത്രം പറ. 9-ാം മാസത്തിൽ ദൈവം തന്ന ദൂത. കഴിഞ്ഞ നാളുകളിൽ നീ കരഞ്ഞത്, വിഷമിച്ചത്, പല മുറിവ് നിനക്ക് വന്നത്, ചില വാക്കുകൾ നിന്നെ മുറിച്ചപ്പോൾ, പോരാട്ടം നിനക്കെതിരെ വന്നപ്പോൾ, ഈ മാസം ഒരു പുതിയ ബ്രാഞ്ച് വരാൻ പോവാ. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞു. അതെല്ലാം മേഖലകളും നിങ്ങളുടെ വീടിനകത്ത് വെളിപ്പെടാൻ പോവാ. സാമ്പത്തിക മണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ, തലമുറയുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു പുതിയ മുള, ഇതുവരെ കാണാത്തൊരു നാമ്പ് പൊട്ടി പുറപ്പെടുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. അടുത്തിരിക്കുന്നവരെ നോക്കാതെ ഇതുപോലെ സ്തോത്രം ചെയ്യുക. വിഷമിക്കണ്ട, ദൈവം നിന്നെ കൈവിടത്തില്ല. ഇപ്പോഴുള്ള സാഹചര്യത്തെ ദൈവം മാറ്റി ദൂതേറ്റെടുക്ക്. നീ വചനമേറ്റെടുക്ക്. ഒരു മുള പുറപ്പെടാൻ പോവുക. നിന്റെ കുടുംബത്തിനകത്തൊരു മുള വരാൻ പോവുക. പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ മനസ്സ് ഫ്രീയാകട്ടെ, ടെൻഷനുകൾ മാറട്ടെ, ചിന്തകൾ മാറട്ടെ. ഒരു പുതിയ മുള വരാൻ പോവുക. ദൈവം പറയുന്നു, ഞാൻ നിനക്ക് മഞ്ഞു പോലെ, ഞാൻ നിനക്ക് മഞ്ഞായതുകൊണ്ടാ കുഞ്ഞ് ഇന്ന് പകല് നീ വിടിവിക്കുന്നത്. നിന്നെ പൊള്ളിക്കത്തക്കവണ്ണം, നിന്നെ കരിക്കത്തക്കവണ്ണം ചൂടുപോലെ കടന്നു വന്ന പോരാട്ടത്തിന്റെ നടുവില് ഞാൻ മഞ്ഞുപോലെ നിന്നെ കാത്തത് ഞാനാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥിച്ചോ, സഭയോട് ചേർന്ന് നിന്നു, ദൈവദാസന്മാരെ ദൂതേറ്റെടുത്തു. ഒരു പുതിയ മുള നിന്റെ വീടിനകത്ത് പൊട്ടി പുറപ്പെടുമെന്ന് 1-ാം തീയതി പകൽ നിയോഗത്തോടെ ദൈവാത്മ വിടപെടുക. അതിന് വിരുദ്ധമായി നിൽക്കുന്ന പോരാട്ടങ്ങളെ യേശുവിന്റെ നാമത്തില് ഇന്ന് ശാസിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇത് കൂടുതൽ ദൂതിനി എന്തരാ? നിന്റെ ദൈവം നിനക്ക് മഞ്ഞുപോലാണെന്ന്. നിന്റെ ദൈവം നിനക്ക് മഞ്ഞുപോല. നിന്റെ ദൈവം നിനക്ക് മഞ്ഞുപോല. ഇല്ല, വെയിൽ കൊണ്ട് നീ മൂക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കൊയ്ത്തുകാലത്തെ ഉഷ്ണക്കാറ്റ് നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിനക്ക് മഞ്ഞുപോലെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ജയമെടുക്കും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. സ്തോത്രം പറ, സ്തോത്രം പറ. ദൈവം മണിയോ? ഒരു പുതിയ ബ്രാഞ്ച് വരാൻ പോകും. ഇപ്പം നിൽക്കുന്ന അവസ്ഥയെന്ന് പെട്ടെന്നൊരു മാറ്റം വരാൻ പോകും. ആമേൻ, ആമേൻ. യെരമ്യാവ് 30:17. എല്ലാ വാക്യം ഞാൻ വായിക്കുന്നില്ല, സമയം പോകുന്നു. യെരമ്യാവ് 30:17. സിയോനോട് ദൈവം പറയാ, വായിച്ചേ. ആൾക്കാരെങ്ങനെ വിളിക്കുന്നത്? ഭ്രഷ്ട. നിനക്ക് കഴിവില്ല, നിനക്ക് സമ്പത്തില്ല. ഭ്രഷ്ട. എങ്ങനെ വിളിക്കുന്നത്? ഭ്രഷ്ട. എന്നെക്കൊണ്ടൊരു പ്രയോജനമില്ല, എന്നെക്കൊണ്ടൊരു ഒന്നിനും ഫലത്തില്ല. ഭ്രഷ്ട എന്നും അടുത്തത് ആരും ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ആരും തിരിഞ്ഞു നോക്കത്തില്ല നിന്നെ. ആമേ പറ. നിനക്കെതിരെയുള്ള സംസാരമല്ലേ? ആരും നിന്നെ, നമ്മൾ കാണും ചക്കരവാക്ക് പറയാൻ, കാണുമ്പോ ചിരിക്കും. അവര് പറയുന്ന വാക്ക, ആരും നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. നീ ഭ്രഷ്ട, നീ കഴിവില്ലാത്തവൻ, നീ ഗതി പിടിക്കത്തില്ല, നിന്റെ തലമുറ ഗതി പിടിക്കത്തില്ല, ഉയർച്ച വരത്തില്ല. ഭ്രഷ്ട. ആരും നിന്നെ തിരിഞ്ഞു നോക്കാത്തവൾ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നല്ല വായിച്ചത്, എന്ന് വിളിക്കും. ദൈവം കേൾക്കുന്നുണ്ട്. സ്വതന്ത്രം പറ. പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞ് ദൈവം കേൾക്കും. വിളിക്കുമ്പോ ദൈവം എന്താ ചെയ്യുന്നത്? അടുത്ത വാക്യം. ദൈവം പറയുന്നു, ആരും നിന്റെ മുറിവുകളെ കെട്ടാനില്ലെങ്കിലും ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. സിയോനേ, സിയോനേ, ഞാനാ നിന്റെ ദൈവം. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. ആമേ പറ. നീ മുറിവോടെ അവിടെ ഇരിക്കുന്നത്, വേദനയോടെ അവിടെ ഇരിക്കുന്നത്, പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി. ഈ ലോകത്തിലെ ഒരു മെഡിക്കൽ ഡോക്ടർ അല്ല പറയുന്നത്, നിന്റെ ദൈവമാ പറയുന്നത്. ആരും നിന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും, നിന്നെ ഭ്രഷ്ടനെന്ന് വിളിച്ചാലും കഴിവില്ലാത്തവനെന്ന് വിളിച്ചാലും ദൈവം പറയുന്നു, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. സഹോദരങ്ങളെ, നിങ്ങളുടെ അടുത്ത് ദൈവത്തിന്റെ കൈനിപ്പുണ്ട്. ദൈവം നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. അടുത്തത്, ഞാൻ നിനക്ക് എന്തു വരുത്തും? ആരോഗ്യം വരുത്തും. ഈ ലോകത്തില് വൈറ്റമിൻ കൂടിയ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ്.
പക്ഷെ ആരോഗ്യം വരുത്തുന്നത് ദൈവ. സ്വത്രം പറ. ആരോഗ്യം വരുത്തുന്നത് ആരാ? ദൈവമാണ്. ആ ചിന്ത നമുക്ക് വേണം. 3 നേരം നല്ല രീതിയിൽ കഴിച്ചോ, പക്ഷെ ദൈവം കൈവിട്ടാൽ നീ തകർന്നു പോയി. ദൈവത്തിനു മാത്രമേ ആരോഗ്യം വരുത്താൻ കഴിയത്തുള്ളൂ. തെളിവുണ്ടോ? ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന എബ്രായ ബാലന്മാർ ശാഖപദാർത്ഥം കഴിച്ചെന്ന, ശാഖപദാർത്ഥവും പച്ചവെള്ളവും കഴിച്ചു. രാജകൊട്ടാരത്തിൽ വരുന്നവർ നല്ല സാദുഷ്ട ഭോജനം കഴിച്ചപ്പോൾ അഭിഷക്തന്മാർ കഴിച്ചത് ശാഖപദാർത്ഥവും പച്ചവെള്ളവും. പക്ഷെ അവരുടെ ആരോഗ്യം ദൈവം ഒരുക്കി നിർത്തി. യേശുവിന്റെ നാമത്തിൽ നിന്ന് ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്ന് ജയമെടുക്കുന്നു. ദൈവം പറയുന്നു, അവേ ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തും. ആരോഗ്യം വരുത്തും. സ്വന്തം തകർന്നു കിടക്കുക, സിയോൻ തകർന്നു കിടക്കുക. പക്ഷെ ദൈവം പറയുന്നു, എന്റെ സമയം വരിക. സ്വത്രം പറ. ഇതിനകത്ത് ഒത്തിരി വ്യാഖ്യാനമുണ്ട് ദൈവമക്കളെ. ദൈവം പറയുന്നു, ഞാൻ നിന്റെ മുറിവ് കെട്ടും, ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തും. ആരോഗ്യം ആരുടെ ദാനമാ? ദൈവത്തിന്റെ ദാനമാ. സൗഖ്യം ആരുടെ ദാനമാ? ദൈവത്തിന്റെ ദാനമാ. സിയോനെ, ഞാൻ നിന്നോട് കൃപ കാണിക്കാനുള്ള സമയം. കൈ ഉയർത്തി മേലോട്ട് പ്രാർത്ഥിക്കുക. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലല്ലോ, എന്നെ താങ്ങാൻ ആരുമില്ലല്ലോ. എല്ലാവരും എന്നെ കളിയാക്കിയ ഞാൻ ഭ്രഷ്ടനെന്ന്. ആരും നിന്നെ വിളിക്കുന്നില്ലെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഒരു വചനോട് വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. യെശയ്യാവ് 54:7. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊണ്ടു. സിയോനെ, അല്പസമയത്തേക്ക് ദൈവം നിന്നെ ഒന്ന് ഉപേക്ഷിച്ചു. പക്ഷെ അപ്പോഴെല്ലാവരും നിന്നെ നിന്ദിച്ചു കളിയാക്കി. പക്ഷെ ദൈവം പറയുന്നു, മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. സ്തോത്രം പറ. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്ന താഴ്ച ദൈവം അത് ഉയർച്ചയാക്കി മാറ്റും. ഇപ്പോൾ വന്ന പ്രയാസം ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയം ദൈവത്തിന് ആരാധന കൊടുക്കാം. മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഒറ്റ ദൂതൂടെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോവുക. യെശയ്യാവ് 60:10. യെശയ്യാവ് 60:10. അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും. ദൈവം ചിലരെ ഒരുക്കാൻ പോവുക. സ്തോത്രം പറ. നീ പ്രതീക്ഷിക്കാത്ത വ്യക്തിയെ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും. അന്യജാതിക്കാർ നിന്റെ മതില് പണിയും. ആൾക്കാർ കൂടി നിന്ന് കളിയാക്കാം, നിനക്കെതിരെ ചിരിക്കുക. പക്ഷെ നീ പ്രാർത്ഥിച്ചോ, നീ പ്രതീക്ഷിക്കാത്തവരെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ദൂത് തിരിച്ചറിയുന്ന സ്വതന്ത്രമറ, സ്വതന്ത്രമറ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പ്രതീക്ഷിക്കാത്തവരെ ദൈവം എഴുന്നേൽപ്പിക്കും. അന്യജാതിക്കാർ ഇടിഞ്ഞുപോയ മതിലുകളെ പണിയും. ആമേൻ പറ, ആമേൻ പറ. ദൈവത്തിന്റെ വഴി ആർക്കും ജയിക്കാൻ പറ്റത്തില്ല. അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും. അടുത്തത്, അവരുടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും. അവരുടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും. അടുത്തത്, എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു. ഞാൻ നിന്നെ എന്ത് ചെയ്തു? അടിച്ചു. ആരാ അടിച്ചത്? ദൈവം ഒന്ന് അടിച്ചു. ദൈവത്തിന്റെ അടി കിട്ടിയവർ അവിടെ ഇരിക്കുന്ന എല്ലാവരും
കിട്ടാത്തവരെല്ലാം സൂക്ഷിച്ചോ, നല്ല അടി വരാൻ പോവാ. ദൈവത്തിന്റെ അടി കിട്ടിയിട്ടുണ്ട്. വചനം വായിക്കുന്നു, എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ എപ്പോഴാ അടിച്ചത്? ഒന്ന് അഹങ്കരിച്ചപ്പോൾ ദൈവം നിന്നെ ഒന്ന് അടിച്ചു. കൊല്ലാനല്ല അടിച്ചത്. അടുത്ത വാക്യം, അത് ശ്രദ്ധിക്കണം. എങ്കിലും എന്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നി. സ്വതന്ത്രം പറ. ദൈവത്തിന്റെ പ്രീതിയിൽ ദൈവത്തിന് നിന്നോട് കരുണ തോന്നി. എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു. ദൈവം പറയുന്നില്ല, എങ്കിലും എന്നെ ഒത്തിരി സ്പർശിച്ചൊരു വചനം, എന്റെ പ്രീതി. ദൈവത്തിന് നിന്നോട് പ്രീതി ഉണ്ടെന്ന് ആമേൻ പറ. പാവറത് കുഞ്ഞെ ആമേൻ പറ. എന്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് ആമേൻ പറ. ഒരു ചെറിയ അടി നിനക്ക് ഈർക്കിൽ വെച്ച് അടിച്ചതില്ല. അടിച്ചിട്ട് അവൻ വിട്ടില്ല, അവൻ കരുണ കാണിച്ചു. സ്വതന്ത്രം പറ. ദൈവം അടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് സഹായിക്കാൻ പറ്റത്തില്ല, ആരെ കൊണ്ടും പറ്റത്തില്ല. അതുകൊണ്ട് വളരെ ഭയത്തോടെ ദൂത് പറയാം. ദൂതിന്റെ മുമ്പിൽ മുട്ടുമടക്കിക്കോണം. ഒരു കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റ് പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ വചനമാ. ദൈവം അടിച്ചാൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് നിന്നെ കൈകായ്ക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ആത്മാവ് പറയുന്നത്, എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു. എന്നാ കുഞ്ഞെ, നിന്റെ വീട്ടുകാരും നാട്ടുകാരും നീ അറിഞ്ഞില്ല, എല്ലാവരും പറഞ്ഞു നീ തീർന്നെന്ന്. പക്ഷെ ദൈവം പറഞ്ഞില്ല, ഞാൻ നിന്നെ പൊക്കിയെടുക്കും. സ്വതന്ത്രം പറ. ദൈവം നിന്നെ പൊക്കിയെടുത്തില്ലേ? അനുഭവമുള്ളവർക്ക് സ്വതന്ത്രം പറ. ദൈവം പൊക്കിയെടുത്തില്ലേ? നിന്റെ തല ദൈവം ഉയർത്തിയില്ലേ? നിന്റെ തലമുറയുടെ കൊമ്പ് ദൈവം ഉയർത്തിയില്ലേ? യേശുവിന്റെ നാമത്തില് സിയോനെ, ഞാൻ നിന്നെ ഒന്ന് ഈർക്കിൽ കൊണ്ട് അടിച്ചു. എനിക്കിഷ്ടമാണ് അടിച്ചത്. പക്ഷേ ആ അടിയിൽ ഞാൻ നിന്നോട് എന്ത് തോന്നി? പ്രീതി. എനിക്ക് ആ പദമൊന്നും വിവരിക്കാൻ പോരാ. പ്രീതി തോന്നിയത് ദൈവത്തിന്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരാരും യാദൃച്ഛികമല്ല. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ മേലുണ്ട്. ദൈവത്തിന് നിന്നോട് പ്രീതിയുണ്ട് സഹോദര. ദൈവത്തിന് നിന്നോട് പ്രീതിയുണ്ട് സഹോദരി. കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ വന്നുപോയ ശോധനകൾ, പ്രയാസങ്ങൾ, അവിടെ കർത്താവ് വളരെ ശക്തമായിട്ട്, സിയോനെ, എന്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നി. അടുത്തത്, ജാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവിടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. സാഹചര്യം മാറ്റാൻ പോവാ. സ്വതന്ത്രം പറ. കഴിഞ്ഞ നാളുകൾ ദൈവം നിന്നെ അടിച്ചെങ്കിൽ സാഹചര്യം മാറ്റാൻ പോവാ. സ്വതന്ത്രം പറഞ്ഞോ. നീ പ്രതീക്ഷിക്കാത്ത നിന്റെ വീട്ടിലോട്ട് കയറി വരാൻ പോവാ. ആമേൻ പറ. വളരെ ശക്തമായി ദൈവാത്മാവ് ദൂത് പറയുന്നു. ആമേൻ. കയറി വരാൻ പോവാ. വാതിലുകൾ എന്ത് ചെയ്യും? വാതിലുകൾ രാവും പകലും അടയ്ക്കാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. സ്വതന്ത്രം പറ. ഒരു അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവർ ഇന്ന് പല സ്വതന്ത്രം ചെയ്യട്ടെ. ഈ 9-ാം മാസം ദൈവം ചിലത് പണിയാൻ പോകുക. അന്യജാതിക്കാരെ കൊണ്ട് ദൈവം ചിലത് പണിയിക്കും. നീ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ കൊണ്ട് ദൈവം ചിലത് പണിയിക്കും. നീ സ്വപ്നം കാണാത്ത ആൾക്കാരെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കും. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരുക്കും. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവം ഒരുക്കും.
പ്രാർത്ഥിക്കാം. സിയോനെ, എനിക്ക് നിന്നോട് കൃപ കാണിക്കാനുള്ള കാലമാണ്. സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മോട് പ്രീതിയുണ്ട്, ദൈവത്തിന് നമ്മോട് കരുണയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് നിന്നോണം. മനുഷ്യന്റെ പക്ഷത്ത് നിന്നാൽ നീ തകർന്നു പോകും. ദൈവത്തിന്റെ പക്ഷത്ത് നിന്നോണം, ദൈവത്തോടുകൂടെ ചേർന്ന് നിന്നോണം. കാരണം ദൈവം നിന്നെ ഉയർത്താൻ പോവാ, വാതിലുകൾ തുറക്കാൻ പോവാ, നിന്റെ വീടിനകത്ത് പുതിയ ഡോറുകൾ തുറക്കാൻ പോവാ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുതിയ ഡോറുകൾ തുറക്കാൻ പോവാ. കർത്താവേ, ഈ ഞായറാഴ്ച തന്നതൂതിനായി സ്തോത്രം. എല്ലാവരും കളിയാക്കി, എല്ലാവരും കാക്കിച്ച് തുപ്പി, എല്ലാവരും പരിഹസിച്ച് സിയോനെ. പക്ഷെ ദൈവം പറഞ്ഞു, സിയോനെ, ഞാൻ നിന്നെ ഉയർത്താൻ പോവാ, ഞാൻ നിന്നെ ഉയർത്താൻ പോവാ, നിന്റെ മതിലുകളെ ഞാൻ പണിയാൻ പോവാ. ആമേ, നഷ്ടപ്പെട്ടത് ഞാൻ മടക്കി തരാൻ പോവുക. നിന്ദിച്ചവരുടെ നടുവിൽ, നിന്നെ ഭ്രഷ്ടരെന്ന് പറഞ്ഞവരുടെ നടുവിൽ, നിന്നെ കളിയാക്കിയവരുടെ നടുവിൽ, സിയോനെ, എന്റെ കരുണ ഞാൻ നിനക്ക് വേണ്ടി കാണിക്കും. കർത്താവേ, വചനം കേട്ട ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ നടക്കണമേ. ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കേൾക്കുമാറാകണമേ.